ഈട സംഭവിക്കുന്നതായിട്ട് കാണിക്കുന്ന സ്ഥലം കണ്ണൂരാണ്. രണ്ട് ഭാഗത്തായിട്ട് സിനിമ നടക്കുന്ന കാണിക്കുന്നത്, ഒന്ന് മൈസൂരും കണ്ണൂരും. കണ്ണൂർ ഈട എന്നർത്ഥം ഇവിടെ എന്നാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു റോമിയോ ആൻഡ് ജൂലിയറ്റ് ആ ഒരു കഥയുടെ എനിക്ക് തോന്നുന്നു കുറേം കൂടെ റിസംബ്ലൻസ് തോന്നിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈടെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം രാജീവ് സാറ് തന്നെ അന്നീം റസൂലിനെ പറ്റി പറഞ്ഞത് റോമിയോ ആൻഡ് ജൂലിയറ്റിൻ്റെ ഒരു കസിനാണെന്നാണ്. അപ്പോൾ ആ ഒരു കഥയിൽ കൂടെ വരുന്ന ക്യാരക്ടേഴ്സും എല്ലാം ഇപ്പോൾ ഈടെയായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻ ഷോർട്ട് ഇത് പറയുമ്പോൾ റോമിയോ ആൻഡ് ജൂലിയറ്റ്, കണ്ണൂരിലെ റോമിയോ ആൻഡ് ജൂലിയറ്റ് ആണ് ആനന്ദും ഐശ്വര്യയും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഷെയിം പറഞ്ഞ പോലെ തന്നെ അന്യം റസൂലിനെക്കാട്ടിലും കൂടുതൽ ഈടയിലായിരിക്കും റോമിയോ ആൻഡ് ജൂലിയറ്റ് ആ ഒരു ഇതിൻ്റെ ഒരു റിസംബ്ലൻസ് കിട്ടുന്നത്. ഇല്ല, ഒരു സിമിലാരിറ്റി ഇല്ല ഐശ്വര്യ നിമിഷയായിട്ട്. ഐശ്വര്യയുടെ ക്യാരക്ടർ ഇതിൽ പറയുമ്പോൾ ഐശ്വര്യ കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. മൈസൂരിലാണ് ഐശ്വര്യ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഐശ്വര്യയ്ക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുന്ന കൂട്ടത്തിലാണ് ഐശ്വര്യ. ഒരു സിറ്റുവേഷനിൽ ബോൾഡായിട്ടാണ് ഐശ്വര്യ ബിഹേവ് ചെയ്യുന്നത്. ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്ന രീതികൾ ഒരിക്കലും നിമിഷമായിട്ട് ഒരിക്കലും സിമിലർ അല്ല. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ബന്ധവും അങ്ങനെ കുറേ സിമിലാരിറ്റീസ് ഉണ്ടാവും. പിന്നെ ഞാൻ ചെയ്തു വരുമ്പോഴത്തേക്ക് എന്നായിട്ട് കുറേ സിമിലാരിറ്റീസ് എൻ്റെ റിയൽ ലൈഫായിട്ടും ഉണ്ടാവും, എനിക്ക് ചെയ്തു വരുമ്പോൾ ഉണ്ടാവും. എന്നാലും ആ ക്യാരക്ടർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു അങ്ങനെ ബ്ലൈൻഡ്ലി ഐശ്വര്യ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടാണ്. അപ്പം എന്നായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നാൽ ഒരുപാട് സിമിലാരിറ്റീസും ഉണ്ട് ക്യാരക്ടറിന്. എനിക്ക് വന്ന ക്യാരക്ടേഴ്സ് ഇങ്ങനെയായിരുന്നു. നമ്മളിപ്പോൾ തിരഞ്ഞെടുക്കുന്നതിലുപരി എന്നെ തിരഞ്ഞെടുത്താണല്ലോ. ഇപ്പോൾ ഇതുവരെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നപ്പോൾ നമുക്ക് നമ്മളുടെ സാഹചര്യങ്ങളെല്ലാം ഒത്തു വന്നിട്ട് നമ്മൾ ചെയ്തതാണ്. അതിൽ ഇപ്പം എനിക്ക് തന്നെ തോന്നുന്നുണ്ട്, ഇപ്പം ഞാൻ ആ ഒരു ഷെയ്ഡ്, ഡാർക്കർ ഷെയ്ഡ് എല്ലാ ക്യാരക്ടറിനും ഉണ്ടായിരുന്നു. കിസ്മത്തിനും ഒരു അങ്ങനത്തെ ഒരു പടമായിരുന്നു. സേറാബാനുവിലായാലും സെക്കൻഡ് ഹാഫിലോട്ട് അങ്ങനത്തെ ഒരു ഡാർക്കർ ഷെയ്ഡ് ഉണ്ടായിരുന്നു. പറവയിലായാലും ഒരു ഡാർക്കർ ഷെയ്ഡ് ഉണ്ടായിരുന്നു. അതേപോലെ ഒരു ഡാർക്കർ ഷെയ്ഡ് ഈ ഇടയിലും ഉണ്ട്. അതിൽ കാണുന്ന പ്രേക്ഷകന് സിമിലറായിട്ട് തോന്നുന്നുണ്ട്. അതിപ്പോൾ അങ്ങനെ അല്ലാണ്ട് തന്നെ ഒരുപാട് മാറ്റി ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ഒരു ഭയങ്കര നല്ലൊരു ആക്ടറിന് ഇതേ തന്നെ ഒരുപാട് വ്യത്യാസത്തിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഒരു ബിഗിനർ എന്ന നിലയിൽ ഞാൻ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ മൊത്തത്തിൽ വർക്കൗട്ട് ആയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് അങ്ങനെ ഇപ്പോൾ ഒരു കമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു പടങ്ങൾ ഇപ്പോൾ അടുത്ത കൊല്ലം കുറച്ച് അങ്ങനെയുള്ള മൂവീസും അങ്ങനെയുള്ള ക്യാരക്ടേഴ്സും ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഞാൻ എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ അഭിപ്രായം ചിലപ്പോൾ മാറുമായിരിക്കും എന്ന് തോന്നുന്നു. ഈടെ അങ്ങനെ ആയിട്ടില്ല, അമ്മു ആയിട്ടുണ്ട്. ഐശ്വര്യ എന്ന് കമൻസ് ഒക്കെ വരാറുണ്ട് മെസ്സേജ് അയക്കുമ്പോൾ. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ആ ഒരു ടാഗ് പോയിട്ടില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയട്ടെ, വെറുതെ ഇങ്ങനെ ചുമ്മാ ആലോചിച്ച് നോക്ക്. ഒരുപാട് കാര്യങ്ങളൊന്നും ചിന്തിക്കാണ്ട് നമുക്ക് ശരിക്കും സ്നേഹം മാത്രം മതി, വേറെ വികാരങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയണം നമുക്ക്. അതായത് ഇപ്പോൾ അതിനൊരു വേറൊരു രീതിയിലുള്ള ഒരു ബാരിയറും പാടില്ല. ഇയാൾ ഇന്ന പാർട്ടിയിലെ ആളാണ്, ഇയാൾ ഇന്ന മതത്തിലെ ആളാണ്, അങ്ങനെയൊന്നും അല്ലാതെ എല്ലാത്തിനെയും സ്നേഹിക്കാൻ കഴിയണം. അതൊരു യൂണിവേഴ്സലായിട്ടുള്ളൊരു ചിന്തയാണെന്ന് തോന്നുന്നു. പേഴ്സൺ ഞാൻ അങ്ങനെ പൊളിറ്റിക്സിനെ കൂടുതൽ ഫോളോ ചെയ്യാത്തൊരു കൂട്ടത്തിലാണ്. അതുപോലെ ഞാൻ മുംബൈയിലാണ് ജനിച്ചു വളർന്നത്. സോ ഇവിടുത്തെ പൊളിറ്റിക്സ് എന്താണെന്ന് എനിക്ക് അങ്ങനെ പിടിയില്ല. പക്ഷേ ഈ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം, ആൾക്കാരും പൊളിറ്റിക്സും ഇപ്പം കണ്ണൂർ ബേസ്ഡ് ആയിരുന്നപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ്, ആൾക്കാരല്ല, ഇവിടെ പൊളിറ്റിക്സാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ ലൈഫ് നമുക്ക് വേണ്ട പോലെ ജീവിക്കുക, മറ്റ് ചില കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്കൊരു ലൈഫുണ്ട്, അത് നമ്മൾക്ക് വേണ്ട രീതിയിൽ നമ്മൾ ജീവിക്കുക. ആ ഒരു ഇതെനിക്ക് തോന്നിയിട്ടുണ്ട്. ഉറപ്പായിട്ടും അജിത്തേട്ടൻ അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. കുറേ കാര്യങ്ങൾ ചിലത് പറയാതിരിക്കും, ഞങ്ങളുടെ അടുത്ത് നിന്ന് എന്താണ് കിട്ടുന്നതെന്നുള്ള അറിയാൻ വേണ്ടി തന്നെ. എന്നാൽ ചില സ്ഥലത്ത് ഞങ്ങളുടെ ഡയറക്ഷൻ തെറ്റാന്നറിയുമ്പോൾ അതിൻ്റേതായ ഫീഡ്ബാക്ക് തന്ന് ഞങ്ങൾ കറക്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അല്ല, അജിത്തേട്ടൻ എഡിറ്റർ ആയി സംവിധായകനായി അങ്ങനെ എനിക്കൊരു വ്യത്യാസം തോന്നിയിട്ടില്ല. അങ്ങനെ ഇപ്പോൾ പറയാനാണെങ്കിൽ അജിത്തേട്ടന് ഒരു കാഴ്ചപ്പാടുണ്ട്, വ്യക്തമായി എന്താണ് വേണ്ടതെന്നൊക്കെ ഉള്ളൊരു ഉറപ്പായ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് നീറ്റായി പകർത്തിയെടുത്ത് അതിപ്പോൾ നീറ്റായി ഒന്നിച്ച് കൂട്ടിയിട്ടാണ് ഇപ്പോൾ സിനിമ ഇരിക്കുന്നത്.
അതിനൊരു വൃത്തിമേനയുണ്ട്. ഞാനിപ്പോൾ കാണുമ്പോൾ പോലും എനിക്ക് തോന്നുന്നു അന്ന് അജിത്തേട്ടൻ കണ്ട കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവാതെ പോലെയൊക്കെ ഇപ്പം എനിക്ക് സിനിമ കാണുമ്പോൾ കൂടുതൽ ക്ലിയർ ആവുന്നു. അജിത്തേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം അജിത്തേട്ടൻ എഡിറ്ററുടെ പേഴ്സ്പെക്റ്റീവ് നിന്നിട്ടാണ് ചെയ്യുന്നത്. ബിക്കോസ് അജിത്തേട്ടൻ നന്നായിട്ട് അറിയാം എന്ത് വേണം എത്രയ്ക്ക് വേണമെന്ന്. സോ ഞങ്ങൾ ഇപ്പോൾ ഒരു കാര്യം ഞങ്ങൾ ആക്ട് ചെയ്യുമ്പോൾ തന്നെ അജിത്തേട്ടൻ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനൊരു സിറ്റുവേഷനാണ് ഞങ്ങൾ രണ്ടുപേരോടും പറഞ്ഞു തന്നിട്ട് പെർഫോം ചെയ്യാൻ പറയും. അതിൽ നിന്നിട്ടാണ് അജിത്തേട്ടൻ ഇംപ്രൂവൈസേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ ഡയറക്റ്റ്ലി വന്നിട്ട് പറയുന്നത്. അവിടെ ഇത് തന്നെ വേണമെന്ന് ഒരിക്കലും അജിത്തേട്ടൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്താണോ ഈ സിറ്റുവേഷനാണ് നിങ്ങൾ രണ്ടുപേരും അവിടെ ആക്ട് ചെയ്തോ അല്ലെങ്കിൽ ബിഹേവ് ചെയ്തോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അയ്യോ, ഒരുപാട് പേരുണ്ട് അങ്ങനെ റോൾ മോഡൽ ഇഷ്ടമുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അവരൊക്കെ എടുക്കുന്ന പണിയുണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ നമ്മളൊക്കെ ഇവിടെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുമ്പോൾ അത് വേറെ രീതിയിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഒരു പേര് പറയാൻ ഒരുപാടുണ്ട്, അത് ഞാൻ ഇപ്പോൾ തൽക്കാലം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ അടുത്ത അഭിനയിക്കാൻ പോകുന്ന സിനിമ വലിയ പെരുന്നാൾ എന്നാണ് പേര്. അതൊരു പുതിയ ഡയറക്ടർ ഡിമൽ എന്ന് പറഞ്ഞൊരു പുതിയ ഡയറക്ടറാണ് ചെയ്യുന്നത്. പൈങ്കിളി എന്ന് പറഞ്ഞ പടം അടുത്ത് ചെയ്യുന്നത് അതൊരു പുതിയ ഡയറക്ടറാണ്, ദേവൻ എന്നാണ് ആ ഡയറക്ടറിൻ്റെ പേര്. പിന്നെ അത് കഴിഞ്ഞ് മൂന്നാമത് ഞാൻ കമ്മിറ്റ് ചെയ്ത ഒരു പുതിയ ഡയറക്ടറാണ്, അനുരാജ് എന്നാണ് ആ ഡയറക്ടറിൻ്റെ പേര്. അങ്ങനത്തെ ഒരു 3 പടമാണ് ഇപ്പോൾ തൽക്കാലം ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സിനിമ ദിലീഷ് ഏട്ടനാണ് അതിൻ്റെ പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യുന്നത്. അതിൽ ഡയറക്ടറും ഒരു പുതിയ ഡയറക്ടറാണ്, മധു എന്നാണ് ആ ഡയറക്ടറിൻ്റെ പേര്. ഇങ്ങനെയാണ് എൻ്റെ ഒരു 4 പ്രോജക്റ്റാണ് ഇപ്പോൾ അടുത്ത കൊല്ലം. നോക്കാം, ഇതൊക്കെ തന്നെയായിരിക്കും. എൻ്റെ നെക്സ്റ്റ് മൂവി മധുബാൽ ചേട്ടൻ്റെയാണ്, ഒരു കുപ്രസിദ്ധ പയ്യൻ. അത് കഴിഞ്ഞിട്ട് സൗ സദാനന്ദ് ചേച്ചിയുടെ ഒരു പ്രൊജക്റ്റ്. എന്തുകൊണ്ടാണ് ടിക്കറ്റ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അല്ലെങ്കിൽ പടം തിയേറ്ററിൽ നിന്ന് പോകും, അതാണ് ഒന്നാമത്തെ കാര്യം. ഓപ്പണായിട്ട് പറയാനാണ് അതാണ് കാര്യം. എല്ലാ ആഴ്ചയും സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കണല്ലേ, അപ്പോൾ ഇങ്ങനൊരു സിനിമ എന്ന് പറയുന്നത് ഭയങ്കര കമേഴ്ഷ്യൽ, അങ്ങനത്തെ ഒരു എൻ്റർടൈനർ, അങ്ങനത്തെ ഒരു പടം അല്ലല്ലോ. അപ്പോൾ പക്ഷേ ഇതിൽ ഒരുപാട് കുറേ ഒരു വേറൊരു രീതിയിൽ കുറേ സത്യാവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്. അതിന് വേറൊരു ഇൻറ്റൻസിറ്റി ഉണ്ട്. ഈ സിനിമ കാണുമ്പോൾ നിങ്ങളൊരു സിനിമ കണ്ടിട്ട് കിട്ടുന്ന ഒരു എന്താണോ അത് നിങ്ങൾ ക്യാരി ചെയ്തിട്ട് തന്നെ വീട്ടിൽ പോകുന്നത്. ആ ഒരു ഇതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ സിനിമ കണ്ട് നിങ്ങൾ വിജയിപ്പിക്കണം. ഒരുപാട് അങ്ങനെ കോമഡി അങ്ങനത്തെ ഒരു പടമല്ല, പക്ഷേ എല്ലാത്തരം വളരെ സാധാരണക്കാരുടെ ജീവിതമാണ് തുറന്നു കാണിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കത് ഇഷ്ടപ്പെടും തന്നെ എനിക്ക് തോന്നണം. അതുകൊണ്ട് നിങ്ങൾ കാണണം. ഈടെ ഒരു മൂവി 2 ഫാമിലീസിൻ്റെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഇൻറ്റൻസ് ആയിട്ടൊരു സ്റ്റോറിയാണ്. ഒരു ടോപ്പിക് അജിത്തേട്ടൻ ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഫാമിലിയുടെ ഒപ്പം പോയിട്ട് ഈ പടം കാണാം. നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.